ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. ശക്തമായി തിരിച്ചടിച്ച് ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ട് ഒന്നാം ടെസ്റ്റിലെ രണ്ടാം ദിന മത്സരം അവസാനിക്കുമ്പോൾ ശക്തമായ നിലയിലേക്ക് ആതിഥേയ ടീം ഇംഗ്ലണ്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഒന്നാം ഇന്നിങ്സിൽ നിലവിൽ ബാറ്റിംഗ് തുടർന്നുകൊണ്ടിരിക്കുന്ന ആതിഥേയ ടീം 3 വിക്കറ്റ് നഷ്ടത്തിൽ 209 എന്ന ശക്തമായ നിലയിലാണ് രണ്ടാം ദിനവും മത്സരം അവസാനിപ്പിച്ചത്. സെഞ്ചുറിയുമായി ഒലിവർ പോപ്പും അതോടൊപ്പം തന്നെ ഹാരി ബ്രൂക്കുമാണ് നിലവിൽ ഇംഗ്ലണ്ടിന് വേണ്ടി ബാറ്റിംഗ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ ഡേ 2 സ്റ്റെംസ് ആയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ച് ഒരുപാട് നിരാശകൾ നിറഞ്ഞ ഒരു മത്സര ദിനം തന്നെയായിരുന്നു. കാരണം ബാറ്റിങ്ങിൽ വളരെ ശക്തമായ നിലയിൽ തുടർന്നുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു പെട്ടെന്ന് ഒരു കൂട്ടത്തകർച്ച, എസ്പെഷ്യലി ക്യാപ്റ്റൻ ഗില്ലിൻ്റെയും അതോടൊപ്പം തന്നെ വൈസ് ക്യാപ്റ്റൻ പന്തിൻ്റെയും വിക്കറ്റുകൾക്ക് ശേഷം പിന്നീട് അങ്ങോട്ട് വന്ന ബാറ്റർമാർക്കൊന്നും റൺസ് കണ്ട അല്ലെങ്കിൽ ശക്തമായ നിലയിലേക്ക് ഇന്ത്യയുടെ ബാറ്റിംഗ് കൊണ്ടെത്തിക്കാൻ സാധിക്കാതെ പോയ ഒരു ദിനം തന്നെയായിരുന്നു. ബോളിങ്ങിലും നിരാശ തന്നെയായിരുന്നു. കാരണം 3 വിക്കറ്റുകൾ നേടിയത് ജസ്പ്രീത് ബുംറ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഒരുപാട് ഡ്രോപ്പ് ക്യാച്ചസും ഇന്നലെ ഫീൽഡിംഗ് പിഴവുകളും ഇന്നലെ നമ്മൾ ഇന്ത്യയുടെ ഫീൽഡിങ്ങിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വിക്കറ്റുകളിൽ ഒരു 4-5 വിക്കറ്റുകൾ വരെ ഇംഗ്ലണ്ടിനെ നേടാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നാണ് വെറും 3 വിക്കറ്റുകൾ മാത്രം നേടുകയും ഇംഗ്ലണ്ട് അത് ശക്തമായ നിലയിലാണ് നിലവിൽ ഇപ്പോൾ ഒന്നാം ഇന്നിങ്സ് ബാറ്റിംഗ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ 262 റൺസ് മാത്രം പിന്നിലാണ് ആതിഥേയ ടീം. ഇന്ത്യ 471 റൺസിന് ഓൾ ഔട്ടായിട്ടുണ്ടായിരുന്നു. കാരണം തുടക്കത്തിൽ പറഞ്ഞ പോലെ ഗില്ലിൻ്റെയും പന്തിൻ്റെയും വിക്കറ്റുകൾ ശേഷം പിന്നീട് അങ്ങോട്ട് വന്ന ലോവർ ഓർഡർ ബാറ്റേഴ്സ് അല്ലെങ്കിൽ വാലറ്റം കൂട്ട തകർച്ചയായിരുന്നു നേരിട്ടത്. ഇംഗ്ലണ്ടിൻ്റെ ഫസ്റ്റ് ഇന്നിംഗ് സ്കോറിലേക്ക് വരുവാണെങ്കിൽ സാക്രോളി 4 റൺസും അതോടൊപ്പം തന്നെ ബെൻ ഡക്കറ്റ് 62 നിലവിൽ ഒലിവർ പോപ്പും ഹാരി ബ്രൂക്കുമാണ് ഇംഗ്ലണ്ടിന് വേണ്ടി ബാറ്റിംഗ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ജോ റൂട്ട് 28 റൺസും നേടി പുറത്തായിട്ടുണ്ടായിരുന്നു. 3 വിക്കറ്റുകളും നേടിയത് ജസ്പ്രീത് ബുംറ തന്നെയാണ്. ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ് സ്കോറിലേക്ക് വരുവാണെങ്കിൽ യശസ്വി ജയ്സ്വാളും അതോടൊപ്പം തന്നെ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും ഋഷഭ് പന്തും സെഞ്ചുറി നേടിയ കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ജയ്സ്വാൾ 158 പന്തിൽ 16 ഫോറും ഒരു 6 ഉൾപ്പെടെയാണ് 101 റൺസ് എടുത്തത്. ബെൻ സ്റ്റോക്സിൻ്റെ പന്തിൽ ക്ലീൻ ബൗൾഡായിട്ടാണ് താരം മടങ്ങിയത്. KL രാഹുൽ 42 ശുഭ്മാൻ ഗിൽ 147 ഋഷഭ് പന്ത് 136 റൺസ് നേടിയിട്ടുണ്ടായിരുന്നു. സായ് സുദർശൻ കരുൺ നായർ എന്നിവർ നിരാശാജനകമായ പ്രകടനമായിരുന്നു പുറത്തെടുത്തത്. പന്തിൻ്റെ വിക്കറ്റിന് ശേഷം പിന്നെ അങ്ങോട്ട് വന്ന ബാറ്റേഴ്സ്, എസ്പെഷ്യലി സ്റ്റാർ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജ അടക്കമുള്ള താരങ്ങൾക്ക് കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഇന്ത്യൻ ഇന്നിങ്സിൽ നടത്താൻ സാധിച്ചില്ല. ഇംഗ്ലണ്ടിന് വേണ്ടി ജോഷ് ടങ്, ബെൻ സ്റ്റോക്സ് എന്നിവർ 4 വിക്കറ്റ് വീതം നേടിയപ്പോൾ ബ്രൈഡൻ ക്യാൾസും ഷോ ബഷീറും ഓരോ വിക്കറ്റ് വീതവും നേടിയിട്ടുണ്ട്. സോ മൂന്നാം ദിനം ആരംഭിക്കാനിരിക്കുക വളരെ ശക്തമായ നിലയിൽ തന്നെയാണ് ആതിഥേയ ടീമായിട്ടുള്ള ഇംഗ്ലണ്ട്. നിലവിൽ 262 റൺസ് മാത്രം പുറകിലാണ് ആതിഥേയ ടീം. 7 വിക്കറ്റുകളും അവർക്ക് കയ്യിലുണ്ട്. ഒലിവർ പോപ്പും സെഞ്ചുറിയുമായി 100 റൺസുമായി ഒലിവർ പോപ്പും അതോടൊപ്പം തന്നെ ഹാരി ബ്രൂക്കുമാണ് നിലവിൽ ഇംഗ്ലണ്ടിന് വേണ്ടി ഇപ്പോൾ രണ്ടാം ദിനം അവസാനിച്ചപ്പോൾ ബാറ്റിംഗ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.